എനിക്കറിയാവുന്ന ഒരു സംഘമുണ്ട്, അവർ രാത്രിയിലെ തിരുവത്താഴം നടത്തത്തുള്ളൂ. എന്നറിയാമോ? അവർ പറഞ്ഞത് അത് കർത്താവിൻ്റെ അത്താഴമാണ്, അല്ലാതെ കർത്താവിൻ്റെ ഉച്ചയൂണല്ല. അപ്പോൾ അത്താഴമായതുകൊണ്ട് അത് എപ്പം മാത്രമേ പറ്റുള്ളൂ? രാത്രിയിലേ പറ്റുള്ളൂ. അപ്പോൾ ഈ വാക്കുകളിൽ കയറി പിടിച്ച് ഓരോന്ന് പറയുന്നതായ ആളുകളുണ്ട്. വാക്കുകൾ പ്രധാനമാണെങ്കിലും വാക്കുകളുടെ പിന്നിലെ അർത്ഥമാണ്, മെസ്സേജാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അപ്പം നുറുക്കാൻ കൂടി വന്നു, അവിടെ വീഞ്ഞിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് വീഞ്ഞിൻ്റെ പരിപാടി തീർന്നു, ഇപ്പം മുതൽ നമ്മൾക്ക് അപ്പം മാത്രം മതി എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. അപ്പോൾ ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അതിൻ്റെ മീനിങ്, അതിൻ്റെ മെസ്സേജ് എന്താണെന്നുള്ളതാണ്. ഇനി തിരുവത്താഴത്തിൻ്റെ സമയമെന്ന് പറയുന്നത് ഒരു ആരാധനയിലെ എൻ്റെ ബോധ്യത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് തിരുവത്താഴത്തിൻ്റെ സമയമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആരാധനാ യോഗത്തിന് എന്തെല്ലാം ഉണ്ട്? നമുക്ക് പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രസംഗമുണ്ട്, സങ്കീർത്തന വായനയുണ്ട്, സാക്ഷ്യമുണ്ട്, പ്രബോധനമുണ്ട്, കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്നുണ്ട്. എല്ലാം ആവശ്യമാണ്, ഇതൊന്നും ആവശ്യമില്ലാത്തതല്ല. ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് നമ്മുടെ ആരാധനാ യോഗം അതിൻ്റെ ഒരു ചന്തവും ഉചിതവുമായിട്ട് നടക്കുന്നത്. എന്നാൽ ഹോളി കമ്മ്യൂണിയൻ ഇതിനെല്ലാം അതിൽ നിന്നെല്ലാം സ്റ്റാൻഡ് ഔട്ട് ചെയ്താണ്. ഹോളി കമ്മ്യൂണിയൻ അല്ലെങ്കിൽ തിരുവത്താഴം എന്ന് പറയുമ്പോൾ ഈ ബാക്കിയുള്ള പാട്ടിനേക്കാളും പ്രാർത്ഥനയെക്കാളും പ്രസംഗത്തെക്കാളും സങ്കീർത്തന വായനയെക്കാളും സാക്ഷ്യത്തെക്കാളും പ്രബോധനത്തെക്കാളും എല്ലാം കൂടുതൽ പ്രാധാന്യവും കൂടുതൽ അലേർട്ടായിരിക്കേണ്ട. പാട്ട് പാടുന്ന സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കിയിരുന്നാൽ പോലും തിരുവത്താഴത്തിന്റെ സമയത്ത് എന്താണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല. കാരണം അത് ഹോളി കമ്മ്യൂണിയൻ ആണ് എന്ന് വെച്ചോണ്ട് അന്നേരം മാത്രമേ നമുക്ക് കമ്മ്യൂണിയൻ ഉള്ളതല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ കർത്താവ് ഇത് ഓർമ്മയ്ക്കായി തന്നിരിക്കുന്നെങ്കിൽ അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, തിരുവത്താഴത്തെ പല ആളുകളും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്ന ഒരു ആവേശമൊന്നുമല്ല പലർക്കും ഇന്ന്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു വലിയൊരു ഒരുക്കം നമുക്കില്ല. എന്നാൽ തിരുവത്താഴത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ആഴമുള്ള ഒരു ആത്മാവിൻ്റെ അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. അല്ലാതെ അത് പുറമേ ഉള്ള അപ്പവും വീഞ്ഞും കുടിക്കുന്ന അവർ വന്നു അപ്പവും വീഞ്ഞും കുടിച്ചേച്ച് പോയി എന്നുള്ള അർത്ഥത്തിലല്ല. അതൊരു ഒരു ഉടമ്പടി പുതുക്കലാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള നല്ല ഒരു ബോധ്യത്തോടുകൂടി അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. എന്നാൽ ആരാധനയുടെ ഏറ്റവും ഉത്തുംഗതയാണ് വാസ്തവത്തിൽ തിരുവത്താഴത്തിൽ നടക്കേണ്ടത്. തിരുവത്താഴം വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. തിരുവത്താഴത്തിന്റെ സമയത്ത് നമ്മൾ നിർവികാരികളായിരിക്കാൻ പറ്റില്ല, വിചാരമില്ലാത്തവരായിരിക്കാൻ പാടില്ല. യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളെ ഓർക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ തിരുവത്താഴ ശുശ്രൂഷ അതിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ വളരെ അലേർട്ടായിരിക്കണം. കാരണം ഈ ഒരു വർഷിപ്പ് മീറ്റിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന, എല്ലാം പ്രാധാന്യമുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യമാണ് തിരുവത്താഴം എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ പറഞ്ഞല്ലോ, തിരുവത്താഴം സൈൻ അല്ലെങ്കിൽ സിംബൽ ആണ് എന്ന് പറഞ്ഞു. തിരുവത്താഴത്തിൽ സിംബോളിക് ആയിട്ട് പല കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ കാണുന്നതിനപ്പുറത്ത്, അതാണ് സിംബൽ അല്ലെങ്കിൽ സൈൻ എന്ന് പറയുമ്പോൾ, കാണുന്നതിനപ്പുറത്ത് അർത്ഥമുള്ള പലതുമുണ്ട്. 2 സിംബോളിക് എലമെന്റ്സ് തിരുവത്താഴത്തിലുണ്ട്. സൈൻ അല്ലെങ്കിൽ അടയാളമായിട്ടുണ്ട് 2 എലമെന്റ്സ് ഉണ്ട്, 2 വസ്തുക്കൾ. എന്തൊക്കെയാ ഉള്ളത്? 1 അപ്പം, 2 വീഞ്ഞ്. സിംബോളിക് എലമെന്റ്സ് ആണ്. അത് അപ്പവും വീഞ്ഞും അല്ല, അതിനപ്പുറത്ത് എന്തോ ആണ്. അതാണ് സൈൻ എന്ന് പറയാൻ കാര്യം. അതൊരു മർമ്മം എന്ന് പറയാൻ കാര്യം. അപ്പോൾ തിരുവത്താഴത്തിലെ ഈ സിംബോളിക് എലമെന്റ്സ് ആയ അപ്പവും വീഞ്ഞും എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. അതുപോലെ ചില സിംബോളിക് ആക്ട്സ് ഉണ്ട്. അതായത് അവിടെ കാണുന്ന പ്രവൃത്തികൾ. നമ്മളിപ്പോൾ പാട്ട് പാടുന്നു, അതിനകത്ത് വേറെ മർമ്മമൊന്നുമില്ലല്ലോ. ഞാനിപ്പം പ്രൈസ് ദ ലോർഡ്, സ്തോത്രം എന്ന് പറയുന്നതിനകത്ത് വേറെ മർമ്മമൊന്നുമില്ല. ഉണ്ടോ? ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, അത്രേ ഉള്ളൂ. അതിനകത്ത് മർമ്മമൊന്നുമില്ല. അത് എവിഡന്റ് ആണ്, നമുക്ക് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന, നമ്മൾ അറിയുന്ന. അതിനകത്ത് വേറെ ഒന്നും നമുക്ക് ആലോചിക്കാനില്ല. അതിനകത്ത് വേറെ മാർമികമായ രഹസ്യങ്ങളൊന്നുമില്ല, മർമ്മമില്ല. എന്നാൽ തിരുവത്താഴത്തിന്റെ എലമെന്റ്സിൽ മർമ്മമുണ്ട്. അപ്പവും വീഞ്ഞും, അപ്പത്തിനും വീഞ്ഞിനും അപ്പുറത്താണ്. അതേപോലെ തന്നെ 4 സിംബോളിക് ആക്ട്സ് അതിനിടയ്ക്കുണ്ട്. 1
അപ്പം അവൻ നുറുക്കി. ആ ബ്രേക്കിംഗ് അതിനൊരർത്ഥമുണ്ട്. ഈറ്റിംഗ് അതവർ ഭക്ഷിച്ചു. നുറുക്കി എന്നതിനൊരു, അപ്പോൾ വെറും അവനപ്പം എടുത്ത് നുറുക്കി, അതിനെന്താ? അപ്പം പിന്നെ നുറുക്കാതെ തിന്നാൻ പറ്റുമോ? അപ്പം അതായിട്ട് തന്നെ തിന്നാൻ പറ്റുകയല്ലോ, പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യണം? അപ്പം നുറുക്കണം. അത്രയും അല്ല. അതായത് ഭക്ഷിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി അപ്പം നുറുക്കിയതല്ല, അതിനപ്പുറത്ത് അതിനൊരു അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു മിസ്റ്ററിയാണ്. അതല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ചില ആന്തരിക അർത്ഥങ്ങളുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇത് ചെയ്യുന്ന ആളുകളും ഇത് അനുഭവിക്കുന്ന ആളുകളും വെറുതെ ചെന്ന് കയറി ചുമ്മാ വലിച്ചു കീറി കൊടുക്കാനൊന്നും പറ്റില്ല. ഇതിന്റെ ആന്തരികമായ അർത്ഥം ഗ്രഹിച്ചു വേണം ഈ ശുശ്രൂഷ ചെയ്യാനും അനുഭവിക്കുവാനും. അത് നുറുക്കുമ്പോൾ ആ നുറുക്കുന്നതിനപ്പുറത്ത്, കാഴ്ചയ്ക്കപ്പുറത്ത് അതിനൊരു അർത്ഥമുണ്ട്. അത് കഴിക്കുമ്പോൾ, ഭക്ഷിക്കുമ്പോൾ വയറ് നിറയ്ക്കാൻ വേണ്ടി ഭക്ഷിക്കുകയല്ല, അതിനപ്പുറത്ത് അതിനൊരു അർത്ഥമുണ്ട്. ആ വീഞ്ഞെടുത്ത് when we pour, നമ്മളത് ആ വീഞ്ഞ് പകരുമ്പോൾ, ആ വീഞ്ഞ് പകരുന്നതിനകത്ത് ഒരു അർത്ഥമുണ്ട്. ഒഴിക്കുമ്പോൾ, പോറിങ്, വീഞ്ഞൊഴിക്കുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട്. അത് കുടിക്കുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. പക്ഷെ ഈ വിഷയങ്ങളിലെല്ലാം നമ്മളുടെ കാഴ്ചയ്ക്കപ്പുറത്തൊരു അർത്ഥമുള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് ഇതിന് പലപ്പോഴും വ്യാഖ്യാനം വേണ്ടി വരുന്നത്. നിങ്ങൾ എല്ലാവരും പാട്ടുകൾ പാടണം, കർത്താവിനെ സ്തുതിക്കണം എന്ന് പറഞ്ഞാൽ അതിന് വേറെ വ്യാഖ്യാനം ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് പാട്ട് പാടിയാൽ മതി. നിങ്ങൾ പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ മതി. അതിന് വേറെ അർത്ഥമൊന്നുമില്ല, അതിന് മാർമികമായ അർത്ഥമൊന്നുമില്ല. പക്ഷേ തിരുവത്താഴത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. തിരുവത്താഴത്തിൻ്റെ ഓരോ ആക്ടിനും അതൊരു സൈനാണ്, അതിനപ്പുറത്തൊരർത്ഥമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്, അല്ലാതെ വഴക്കുണ്ടാക്കാനൊന്നും അല്ല. ഓക്കെ, ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇതിനകത്ത് ആദ്യത്തേത് ബ്രെഡ് ആൻഡ് വൈൻ, അപ്പവും വീഞ്ഞും. ഞാൻ പറഞ്ഞു അപ്പത്തിനും വീഞ്ഞിനും അപ്പുറത്ത് എന്നുണ്ട്, അതിനർത്ഥമുണ്ട്. എന്താണ് ഈ അപ്പം, എന്താണ് ഈ വീഞ്ഞ്? കർത്താവ് അപ്പം നുറുക്കി കൊടുക്കുമ്പോൾ എന്താ പറയുന്നത്? ഇത് അനേകർക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം. അവൻ വീഞ്ഞു കൊടുക്കുമ്പോൾ എന്താ പറയുന്നത്? ഇത് അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ പുതിയ നിയമത്തിന്റെ രക്തം. അപ്പോൾ അപ്പവും വീഞ്ഞും കർത്താവ് പറയുന്നു അത് അപ്പത്തിനും വീഞ്ഞിനും അപ്പുറത്ത് എൻ്റെ ശരീരവും എൻ്റെ രക്തവുമാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ മർമ്മം മാറുന്നത് കണ്ടോ? പക്ഷെ മർമ്മമാണ് മാറുന്നത്, വസ്തു മാറുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അർത്ഥം മാറുകയാണ്, പക്ഷേ വസ്തു മാറുന്നില്ല. കത്തോലിക്ക സഭയുടെയും മറ്റും വിശ്വാസം അനുസരിച്ച്, ഞാൻ സഭകളെ കുറ്റം പറയാൻ വേണ്ടി നിൽക്കുന്നതല്ല, ബട്ട് സ്റ്റിൽ അവിടെ ഇത് യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി വസ്തു മാറ്റപ്പെടുന്നു എന്നുള്ള ഒരു ഉപദേശമുണ്ട്. ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ, സബ്സ്റ്റൻസ് മാറുകയാണ്. പക്ഷെ വേദപുസ്തകത്തിൽ അതിന് തെളിവില്ല. കാരണം വേദപുസ്തകത്തിന്റെ തെളിവ് തിരിച്ചാണ്. അങ്ങനെ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവനൊക്കെയും എപ്പോഴാണ്? വാഴ്ത്തി കുടിച്ചു കഴിഞ്ഞപ്പോഴും അത് എന്തു തന്നെ ആയിരുന്നെന്ന് അതിന്റെ അർത്ഥം. അത് അപ്പമായിരുന്നു, അത് വീഞ്ഞായിരുന്നു. ഇത് എൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു പറഞ്ഞു. പക്ഷെ കുടിച്ചപ്പോഴും അത് രക്തമായില്ല, എന്ത് മാത്രമായിരുന്നു? വീഞ്ഞ് തന്നെ ആയിരുന്നു. ഇത് അനേകർക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം വാങ്ങി ഭക്ഷിപ്പീൻ എന്ന് പറഞ്ഞു. പക്ഷേ അത് ഭക്ഷിച്ചു കഴിഞ്ഞപ്പോഴും അത് എന്തായിരുന്നു? മാംസമായില്ല, എന്തു തന്നെയായിരുന്നു? അപ്പം തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ അഥവാ വസ്തുമാറ്റ ഉപദേശം ശരിക്കും വേദപുസ്തക പ്രകാരം തന്നെ നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുന്ന ഒരു ഉപദേശം അല്ല. അതുകൊണ്ട് നമ്മൾ തിരുവത്താഴത്തിൽ ഉപയോഗിക്കുന്ന അപ്പവും വീഞ്ഞും അത് മേശപ്പുറത്തിരിക്കുമ്പോഴും, നമ്മൾ വാഴ്ത്തി കഴിയുമ്പോഴും, അത് നുറുക്കി കഴിയുമ്പോഴും, അത് നമ്മൾ ഭക്ഷിച്ചു കഴിയുമ്പോഴും അത് അപ്പവും വീഞ്ഞും തന്നെയാണ്. സബ്സ്റ്റൻസ് മാറുന്നില്ല. എന്നാൽ രാവിലെ വെള്ളയപ്പം ഇറച്ചിക്കറിയും കഴിക്കുന്നത് പോലെ അല്ല. അതിന്റെ സബ്സ്റ്റൻസ് മാറുന്നില്ല എന്ന് പറഞ്ഞ് അത് ബേക്കറിയിലെ അപ്പം പോലെയോ ഏതെങ്കിലും കുപ്പി കിട്ടുന്ന വീഞ്ഞ് പോലെയോ കുടിക്കാനും നമുക്ക് അവകാശമില്ല. അതുകൊണ്ടാണ് സബ്സ്റ്റൻസ് മാറുന്നില്ലെങ്കിലും അതിനകത്ത് അർത്ഥം മാറുന്നുണ്ട്. അത് ആന്തരികമായി ആത്മതലത്തിൽ നമുക്ക് മറ്റൊന്നായി തീരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. വസ്തു മാറുന്നില്ലെങ്കിലും നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച ആ അപ്പമോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ അപ്പമോ എന്തുമായിക്കോട്ടെ, നമ്മൾ ഉണ്ടാക്കിയ വീഞ്ഞോ, അത് നമ്മൾ ഭക്ഷിക്കുമ്പോൾ
അപ്പം തിന്നുന്ന ലാഘവത്തോടെയോ വീഞ്ഞു കുടിക്കുന്ന ലാഘവത്തോടെയോ ഇത് കുടിക്കാനോ കഴിക്കാനോ നമുക്ക് പറ്റില്ല. കാരണം അതിനൊരു ആത്മാർത്ഥമുണ്ട്. വെറും വീഞ്ഞു പോലെയല്ല വെറുതെ വന്ന് നിന്നേച്ച് കാണുന്നോലെല്ലാം എടുത്ത് തിന്നേച്ച് പോകാൻ പറ്റത്തില്ല. ചില സഭകളിൽ അവിടെ വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ളവർക്കൊക്കെ എടുത്ത് തിന്നാം. അങ്ങനെയുള്ള സഭകൾ വരെ ഉണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്. അത് വേണ്ടതൊക്കെ എടുത്ത് തിന്നാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. തിരുവത്താഴത്തിൽ ഒരാൾ പോയി കൈ നീട്ടി എന്നാ ഇങ്ങനെ തന്നേര് എന്ന് പറയുന്നത് ഇതിന്റെ സീരിയസ്നെസ് കളഞ്ഞു കുടിക്കരുത്. അത് നമ്മൾ ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കാരണം കർത്താവ് പറഞ്ഞത് നിങ്ങൾ മറന്നു പോകരുത്. ഈ അപ്പവും വീഞ്ഞും ശരീരവും രക്തവുമാകുന്നില്ല, എന്നാൽ അതേസമയം അത് വാഴ്ത്തി നുറുക്കി പകർന്ന് നമുക്ക് നൽകുമ്പോൾ അതൊരു ആത്മയാഥാർത്ഥ്യത്തിന്റെ പ്രകാശനമാണ്. അതൊരു മിസ്റ്ററിയാണ്. അതൊരു എന്താണ് ഈസ്റ്റേൺ സഭകൾ പഠിപ്പിക്കുന്നത് എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല എന്നാണ്. എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല എന്നുള്ളതല്ല, അവിടെ വസ്തുമാറ്റം സംഭവിക്കുന്നില്ല, എന്നാൽ അതൊരു സൈനാണ്, ആൻ ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ്. അപ്പവും വീഞ്ഞും ഔട്ട്സൈഡ് വിസിബിൾ ആണ്, പുറമേ നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ നമ്മൾ കർത്താവുമായുള്ള സംസർഗത്തിന്റെ ആ സംസർഗം സ്പിരിച്വലാണ്, ഉള്ളിലുള്ള കാര്യമാണ്, ഇന്റേണലായിട്ട് നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആകും എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ ഇതിനെ നമ്മൾ വിളിക്കുന്നത് ലോർഡ്സ് ടേബിൾ, കർത്താവിന്റെ മേശ എന്നാണ്. ഇത് ആരുടെ മേശയാ? ഇത് കർത്താവിന്റെ മേശയാണ്. ഇത് എൻ്റെ അല്ല, സഭയുടെ അല്ല. ആരുടെയാണ്? കർത്താവിൻ്റെയാണ്. ഞാൻ ആ സഭയിൽ നിന്ന് തിരുവത്താഴം എടുത്തു, ഈ സഭയെ പോയി അവിടെ പോയി തിരുവത്താഴം എടുത്ത, ഒരിടത്തുനിന്ന് മാറി മറ്റൊരിടത്ത് പോയി എടുത്തു, അല്ലെങ്കിൽ തരുന്ന ദൈവദാസന്റെ, പലരായിരിക്കുമല്ലോ നമുക്ക് തിരുവത്താഴം നമ്മുടെ കയ്യിൽ കൊണ്ട് തരുന്നത്, ആ തരുന്ന ആളിനെ അനുസരിച്ച് ഈ ടേബിളിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല. കാര്യം ഇത് ആരുടെ ഭക്ഷണമാണ്, ഇത് ആരുടേതാണ്? കർത്താവിൻ്റെ മേശ. അതുകൊണ്ട് ഇത് നമുക്ക് മുറിച്ചു തരുന്നത് ഏത് മാനുഷിക കരങ്ങളാണെങ്കിലും നമ്മൾ സ്വീകരിക്കുന്നത് കർത്താവിൽ നിന്നാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഇത് ആര് നമുക്ക് മുറിച്ചു തരുന്നു എന്നുള്ളതല്ല വിഷയം. പ്രത്യേകത ഇത് ആരിൽ നിന്നാണ് നമ്മൾ സ്വീകരിക്കുന്നത്? കർത്താവിൽ നിന്നാണ്. കാരണം നാം അവന്റെ അത്താഴത്തിൽ പങ്കാളികളാവുകയാണ്. അപ്പോൾ ഓരോ തിരുവത്താഴത്തിൽ പങ്കെടുക്കുമ്പോഴും നമ്മളിത് സ്വീകരിച്ചത് ആരിൽ നിന്നാണ്? കർത്താവിൽ നിന്നാണ്. അപ്പൊ കർത്താവും നമ്മളും തമ്മിലുള്ള സംസർഗവും സഭാജനങ്ങൾ അന്യോന്യമുള്ള സംസർഗവും അതും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും അതാണ് വിശുദ്ധ സംസർഗം എന്ന് നമ്മൾ പറയാൻ കാര്യം. അവനോടും നമ്മുടെ കൂട്ടു സഹോദരങ്ങളോട് ഒരുമിച്ചുള്ള ഒരു ഉല്ലാസകരമായ അവസ്ഥയാണ് വാസ്തവത്തിൽ ഈ സംസർഗം എന്ന് പറയുന്നത്. ഉല്ലാസകരമായ ഒരു അവസ്ഥ.